നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗീതാ ഗോപി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ഉപയോഗിച്ച് വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ആനപ്രേമികളുടെ പ്രിയ താരമായ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊടുങ്ങല്ലൂർ ഗിരീശൻ ചെരിഞ്ഞു. ശരണകീർത്തനങ്ങളും വ്രതശുദ്ധിയുമായി ചൊവ്വാഴ്ച വൃശ്ചിക പുലരി. വിശദമായ വാർത്തകളിലേക്ക്. ഗീതാ ഗോപി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ഉപയോഗിച്ച് വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. രാവിലെ നടന്ന ചടങ്ങിൽ ഗീതാ ഗോപി MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പാൽ VB മുരളീധരൻ, VHSE പ്രിൻസിപ്പാൽ PS സിനി, ഹെഡ്മാസ്റ്റർ K രാജൻ, PTA പ്രസിഡന്റ് ശശികല ശ്രീവത്സൻ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ബ്ലോക്ക് മെമ്പർ MR സുഭാഷിനി, വികസന സമിതി കൺവീനർ തോമസ് മാസ്റ്റർ, സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, വാർഡംഗം ബീന അജയ് ഘോഷ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. പാലക്കാട് നടന്ന സംസ്ഥാന പൈക്ക കായികമേളയിൽ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ കായിക താരങ്ങൾക്ക് 4 സ്വർണം. ജില്ലാ ടീമിൽ ഉൾപ്പെട്ട P അതുല്യ ഷോട്ട്പുട്ട് ഡിസ്കസ് ത്രോ ഇനങ്ങളിൽ ഇരട്ട സ്വർണം കരസ്ഥമാക്കി. മറ്റു താരങ്ങളായ PD അഞ്ജലി 100 മീറ്ററിലും NC സോജൻ ലോങ് ജമ്പിലുമാണ് സ്വർണം നേടിയത്. 4.88 മീറ്റർ ചാടിയാണ് ലോങ് ജമ്പിൽ ആൻസി സ്വർണം നേടിയത്. PA അതുല്യയാണ് മേളയിലെ മികച്ച താരം. നാട്ടിക സ്പോർട്സ് അക്കാദമി താരങ്ങളായ കുട്ടികൾക്കൊപ്പം അക്കാദമി ചെയർമാൻ BK ജനാർദ്ദനൻ, പരിശീലകൻ VV കണ്ണൻ എന്നിവരും ഉണ്ടായിരുന്നു. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയെ സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമന്റെ കീഴിലുള്ള LP സ്ക്വാഡ് പിടികൂടി. വരടിയം അംബേദ്കർ കോളനി സ്വദേശി കുന്നത്തുവീട്ടിൽ കുട്ടൻ എന്ന കവറക്കുട്ടനെയാണ് പോലീസ് പിടികൂടിയത്. കുപ്രസിദ്ധ ഗുണ്ട കരടി മനോജിനെ പേരാമംഗലത്തെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കുട്ടൻ. പൂങ്കുന്നം ശങ്കരൻകുളങ്ങര ക്ഷേത്രത്തിനടുത്ത് കട നടത്തുന്ന അഷ്റഫിനെ കടയിൽ കയറി ആക്രമിച്ച് 50,000 രൂപയും മൊബൈൽ ഫോണും കവർന്ന കേസിലും വരടിയത്തുള്ള സ്ത്രീയെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിലും പ്രതിയായ കുട്ടനെതിരെ 2007 കാപ്പ പ്രകാരം പോലീസ് നടപടിയെടുത്തിരുന്നു. ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നാണ് LP സ്ക്വാഡ് അംഗങ്ങളായ ശശിധരൻ, പ്രീബു, വിനോദ് N ശങ്കർ എന്നിവർ ചേർന്ന് പിടികൂടിയത്. ജില്ലാ പഞ്ചായത്ത് തൃപ്പയാർ ഡിവിഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശോഭ സുബിൻ വോട്ടർമാരോട് നന്ദി പറയുന്നതിനായി പര്യടനം നടത്തി. തൃപ്പയാർ ഡിവിഷനിലെ നാട്ടിക, വലപ്പാട്, എടത്തിരുത്തി, കയ്പമംഗലം എന്നീ പഞ്ചായത്തുകളിലെ 49 വാർഡുകളിലാണ് ശോഭ സുബിൻ പര്യടനം നടത്തിയത്. രാവിലെ തളിക്കുളം ബ്ലോക്ക് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പര്യടനം ബാലേന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് ചൂലൂർ പുളിഞ്ചോട് പരിസരത്ത് നടന്ന സമാപന സമ്മേളനം DCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരും ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് MR രാജൻ, കൺവീനർ ജനാർദ്ദനൻ, AN സിദ്ധപ്രസാദ്, VV വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, പ്രകാശൻ മാസ്റ്റർ, സേവാദൽ ജില്ലാ കമ്മിറ്റി അംഗം ആനന്ദ് എന്നിവരും ശോഭ സുബിനൊപ്പം ഉണ്ടായിരുന്നു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൈഡ് യൂണിറ്റും സംസ്ഥാന ട്രാഫിക് പോലീസ് വിഭാഗവും സംയുക്തമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. റോഡ് സുരക്ഷാ ബോധവൽക്കരണ വിഭാഗം സിറ്റി പോലീസ് ലീഡർ OA ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടമാണ് തിരിച്ചറിയേണ്ട കാലഘട്ടം. ജീവിതം എന്താണെന്ന് കൗമാര കാലഘട്ടത്തിൽ പഠിച്ചിരിക്കണം. ഭാവിയിൽ ആരാകണം എന്ന് ചിന്തിക്കണം. അതിനുവേണ്ടി ഒരുങ്ങണം. നിരവധി ക്ലാസ്സുകൾ പങ്കെടുക്കുക. അത്തരം ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ആരാകണമെന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും ടൗണിലെ കുട്ടികളും നിങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ടൗണിലെ കുട്ടികൾ ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു നോട്ട് ബുക്ക് കയ്യിലുണ്ടാകും. തലച്ചോറിന് 10 പ്രത്യേകതയുണ്ട്. ഞാൻ പോലീസ് അക്കാദമിയിലെ ഒരു അധ്യാപകനാണ്. പോലീസ് അക്കാദമിയിലെ SI പോലീസ് ക്ലാസ് കൊടുക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. 10 പ്രത്യേകതകളുണ്ട് തലച്ചോറിന്. നല്ല കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അത് തലച്ചോറ് പിടിച്ചെടുക്കണമെങ്കിൽ നോട്ട് തയ്യാറാക്കണം. പഠിക്കണം, നോട്ട് തയ്യാറാക്കണം. പോസിറ്റീവ് തിങ്കിങ്, നല്ല ഗുണം കിട്ടണമെങ്കിൽ പഠിക്കണം, നോട്ട് തയ്യാറാക്കണം, അതിന് നോട്ട് കൊണ്ടുവരണം. PTA പ്രസിഡന്റ് പ്രേംകുമാർ തൈപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ VR രാജേന്ദ്രൻ, KK പ്രദീപ്, സാബു, VR ലിഷ എന്നിവർ സംസാരിച്ചു. OA ബാബു, MC ബിജു, ശ്രീജിത്ത് വർമ്മ എന്നിവരുടെ നേതൃത്വത്തിലാണ് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ RCLP സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നിന്നും പുതുതലമുറയെ പോഷക സമൃദ്ധവും വിഷരഹിതവുമായ ഒരു ഭക്ഷണ സംസ്കാരത്തിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ ജൈവ കൃഷിയുടെ വിളവെടുപ്പ് ഗീതാ ഗോപി MLA ആണ് ഉദ്ഘാടനം ചെയ്തത്.
സ്കൂൾ മാനേജർ ഫാദർ ജോവി കുണ്ടുകുളങ്ങര, ഹെഡ്മാസ്റ്റർ KA ബെന്നി, PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി, MPTA പ്രസിഡന്റ് ജോയ്സി ജാക്സൺ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും PTA അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. വാഴ, പയർ, വഴുതന, മരച്ചീനി എന്നിവയാണ് വിളവെടുത്തത്. അന്യം നിന്നുപോയ കിഴങ്ങ് വർഗ്ഗങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ചേന, ചേമ്പ്, മരച്ചീനി, കാച്ചിൽ തുടങ്ങിയവയും ഈ വർഷം കൃഷി ചെയ്യുന്നുണ്ട്. വിളവെടുത്ത പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിച്ചു. ഇടവേള.